വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, നിന്ദനയുടെ അടയാളമായ കുരിശിനെ മഹത്വത്തിൻ്റെ അടയാളമായ യേശുനാഥൻ ഉയർത്തി എന്നുള്ളതാണ്. കാരണം വേറെയൊന്നുമല്ല, കുരിശിൽ യേശു കടന്നു വന്നപ്പോഴാണ് അത് മഹത്വത്തിലേക്ക് കടന്നു വന്നെന്നുള്ളത്. കുരിശ് യേശു ചേർന്നപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ്, ഈ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ കുരിശിലേക്ക് യേശു കടന്നു വരുമ്പോഴാണ്, യേശുവിൻ്റെ സാന്നിധ്യം ചേർന്ന് വരുമ്പോഴാണ്, യേശു ഉണ്ടാകുമ്പോഴാണ് അത് മഹത്വപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം നമ്മൾ ധ്യാനിക്കണം. ആദ്യമായിട്ട്, ഞാൻ ആരുടെ ചുമരിലും കുരിശ് വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ്. ഞാൻ ആരുടെയും ചുമരില്, എൻ്റെ ഭർത്താവിൻ്റെയാകും ഭാര്യയുടെയാകും മക്കളുടെയാകും ചുമരിൽ കുരിശ് ചുമക്കാൻ വേണ്ടി വെച്ച് കൊടുക്കരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, വേദനിക്കുന്നൊരു വാർത്ത വായിച്ചു. ആ വാർത്തയെക്കുറിച്ച് നിങ്ങളൊന്ന് പറയുകയാണ്. ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന എക്കണോമിക്സ് പ്രൊഫസർ 11 വർഷമായിട്ട് ഒരു പീഡനത്തിന് വിധേയനായി ആ പീഡനത്തിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞത്. പക്ഷേ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാകും? നിരപരാധിയാണ്, ഒരു എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് അത്രയധികം വീണ്ടു പോയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഈ പീഡനത്തിൻ്റെ കാരണം. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുമക്കള് എക്കണോമിക്സ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോപ്പി അടിച്ചതിനെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മക്കളെല്ലാവരും കൂടി ചേർന്ന് 11 പേര് ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയൊരു കാര്യമാണ് ഈ പീഡന പരാതി. ഇതുപോലെ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി, ഞാൻ മറ്റുള്ളവരുടെ തലയിൽ അല്ലെങ്കിൽ ചുമരിൽ കുരിശുകൾ വെച്ച് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർ നടന്നില്ല എന്നതിൻ്റെ പേരിൽ എത്രയോ പേരെയാണ് നമ്മളിങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്. ആ അധ്യാപകന്റെ 11 വർഷത്തെ കണ്ണുനീര് എന്താണ്? അധ്യാപകൻ അനുഭവിച്ച വേദന എന്താണ്? അധ്യാപകന്റെ ജീവിതം തന്നെയല്ല തകർന്നു പോയത്. ഒരു കുടുംബം തകർന്നു പോയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി അധ്യാപകൻ ഒന്ന് ആത്മഹത്യ ചെയ്തുവെങ്കിൽ എന്നും ചിന്തിച്ചു നോക്കി. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഇത്രയുള്ള സ്വാർത്ഥ താല്പര്യങ്ങള്, എന്നെ അംഗീകരിച്ചില്ല, എൻ്റെ സന്തോഷങ്ങൾ മനസ്സിലാക്കിയില്ല, എൻ്റെ കൂടെ നിന്നില്ല, എൻ്റെ കൂടെ നിൽക്കാത്തത് കൊണ്ട് ഞാൻ അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഓർക്കുക, ഒരിക്കലും കുരിശ് നശിച്ചു പോകില്ല. കുരിശിൽ യേശു ഉണ്ടെങ്കിൽ ആ കുരിശിനെ കർത്താവ് ഉയർത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. നശിക്കുക നാശം വിതച്ചവൻ മാത്രമായിരിക്കും. ഇങ്ങനെ കണ്ണുനീര് ആരുടെയെങ്കിലും വേണ്ടിയുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിലും ഒരിക്കൽ പോലും അവന് ഉയർച്ച ഉണ്ടാകില്ല. ഈ 11 മക്കള് കണ്ണുനീരോടുകൂടി അധ്യാപകന്റെ കാൽക്കൽ വീഴാതെ ഒരിക്കൽ പോലും ആ മക്കൾക്ക് ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.